നമസ്കാരം. ഓണമൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ഓണമൊക്കെ ആഘോഷിച്ചു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ രണ്ടാമത്തെ വിരല് വെറുതെ നോട്ട്സ് ഞാൻ പറഞ്ഞു പോയി. അതൊരു എക്സ്പ്ലനേഷൻ ഇല്ല, ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ആ നോട്ട്സ് അങ്ങ് തന്നു പോയത്. കാരണം അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനകത്ത് വലിയ വിശദീകരണത്തിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് മൂന്നാമത്തെ വിരലിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ വിരൽ എന്ന് പറയുന്നത് അണിവിരലാണ്. അതിന് മറ്റൊരു പേര് നമ്മൾ പറയാറുണ്ട്, മോതിര വിരൽ എന്ന് പേര് പറയാറുണ്ട്. അണിവിരൽ, അതായത് മോതിര വിരൽ. അത് ആദിത്യ മണ്ഡലത്തിന്റെ വിരലാണ്. ഇത് ഈ പിക്ചറിട്ടാ മതി, ഈ പിക്ചറിട്ടാ മതി. ആദിത്യ മണ്ഡലത്തിന്റെ വിരലാണിത്. ആദിത്യൻ എന്ന് പറയുന്നത് പിതാവിനെ സൂചിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അധികാരത്തെയും ആഗ്രഹത്തെയും സ്ഥാനമാനങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന മണ്ഡലമാണത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന വിരലാണ് അണിവിരൽ അല്ലെങ്കിൽ മോതിര വിരൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ വിരൽ എന്ന് നമുക്ക് പറയാം. ഇതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂണ്ടുവിരലിനും അണിവിരലിനും ഒരേ നീളമാണ് ഉണ്ടായിരിക്കുന്നത് എങ്കിൽ അവർക്ക് ധനത്തിനും യശസ്സിനും തുല്യ പ്രാധാന്യം കൊടുക്കും എന്ന് നമ്മൾ പഠിച്ചതാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ധനത്തിനും യശസ്സിനും തുല്യ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും അവർ. അപ്പൊ ഇവിടെയും അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷെ ആവർത്തനം അത് വേണ്ട. എങ്കിലും അറിയുക, അണിവിരലിന് ചൂണ്ടുവിരലിനോടൊപ്പം നീളമുണ്ടായാൽ അവർ സമ്പത്തിനും യശസ്സിനും ഒന്നുപോലെ താല്പര്യം കാണിക്കും. ഈ വിരൽ സാധാരണ രണ്ടാം വിരലിന് താഴെ നിൽക്കുന്ന ഒരു വിരലാണ്. മിക്കവാറും അത് ഒന്നാം വിരലിനോടൊപ്പം നിൽക്കുന്ന ഒരു വിരലാണ്. രണ്ടാം വിരലിന്റെ താഴെ നിൽക്കും. അതോടൊപ്പം തന്നെ അത് ഒന്നാം വിരലിന്റെ നീളത്തിനോട് ആനുപാതികമായിട്ട് നിൽക്കുന്ന ഒരു വിരലാണ്. ചിലപ്പോൾ ഈ വിരലിന് നീളം കൂടാം. ഇപ്പൊ നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വിരലിന് നീളം കൂടുതലുണ്ട്. നീളം കൂടാം. നീളം കൂടിയാൽ അത് അധികാരമോഹത്തെയും തന്നിഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അധികാരമോഹത്തെയും തന്നിഷ്ടത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അധികാരമോഹം, തന്നിഷ്ടം. എന്നാൽ നീളം കുറവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വിരലിനേക്കാൾ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് ആലോചനാ ശക്തി കൂടുന്നതോടൊപ്പം തന്നെ കച്ചവട മനസ്സും ഉണ്ടായിരിക്കും. നല്ലൊരു ബിസിനസ്സുകാരനായിരിക്കും. മൂന്നാമത്തെ വിരലിന് ഒന്നാമത്തെ വിരലിനേക്കാൾ നീളം കുറവായിരുന്നാൽ ആലോചനാ ശക്തി കൂടും. ചിന്തിക്കുവാനുള്ള കഴിവ്, ടെൻഷൻ അല്ല,
ഈ ആലോചന എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിലുണ്ട്. വെറുതെ കാട് കയറി ആലോചിക്കുന്ന ചിലരുണ്ട് ടെൻഷനായിട്ട്. ഇതല്ല, കാര്യങ്ങൾ ചിന്തിച്ചുറപ്പിക്കാനുള്ള കഴിവ്, അതാണ് ആലോചന ശക്തി കൂടും. കാര്യങ്ങൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവ് കൂടും. അതോടൊപ്പം തന്നെ കച്ചവട മനസ്സും ഉണ്ടായിരിക്കും. കച്ചവട മനസ്സും ഉണ്ടായിരിക്കും. ഈ വിരലിന് രണ്ടാം വിരലിനേക്കാൾ നീളമുണ്ടായിരിക്കുന്നു എങ്കിൽ, ഒന്നാം വിരലിനേക്കാൾ അല്ല, രണ്ടാം വിരലിനേക്കാൾ നീളമുണ്ടായിരിക്കുമെങ്കിൽ, പാമ്പ് വിരലിനേക്കാൾ നീളമുണ്ടായിരിക്കുമെങ്കിൽ, ശനി വിരലിനേക്കാൾ നീളമുണ്ടായിരിക്കുമെങ്കിൽ, സ്നേഹസമ്പന്നനായിരിക്കും. സ്നേഹസമ്പന്നനായിരിക്കും. എന്നാൽ വളരെ നീളക്കൂടുതലുണ്ട് എങ്കിൽ, ഞാൻ ഇവിടെ പറഞ്ഞ് ശ്രദ്ധിക്കുക, രണ്ടാം വിരലിനേക്കാൾ നീളമുണ്ടായിരിക്കുക, അത് നീളം കൂടുതലാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റും നീളം കൂടുതൽ ഉണ്ടായിരിക്കുമെന്നാണ്. അത് അസാമാന്യമായ നീളക്കൂടുതൽ. നമുക്ക് തന്നെ നോക്കുമ്പോൾ അറിയുമ്പോൾ രണ്ടാം വിരലിനേക്കാൾ അല്പം നീളം കൂടുതലല്ല, കുറെ കൂടുതൽ നീളം കൂടുതലാണ്. എന്നിട്ട് ഈ വിരല് അല്പം വളഞ്ഞും കൂടി കാണുകയാണെങ്കിൽ, അല്പം വളഞ്ഞും കൂടി കാണുകയാണെങ്കിൽ ഒരു വളമോ വിരലുണ്ടായിരിക്കുക. ധനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരായിരിക്കും. ആദ്യം പറഞ്ഞു, മോതിര വിരലിന് നീളം കുറവാണെങ്കിൽ അവർക്ക് ആലോചനാശക്തി ഉണ്ടാകും. അതോടൊപ്പം തന്നെ കച്ചവട മനസ്സും ഉണ്ടായിരിക്കും. അടുത്തു പറഞ്ഞത്, രണ്ടാം വിരലിനേക്കാൾ ഇയാൾക്ക് നീളം അല്പം കൂടുതലായിരുന്നാൽ സ്നേഹസമ്പന്നനായിരിക്കും. മൂന്നാമത് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഈ വിരലിന് വളരെ നീളക്കൂടുതലുണ്ട് എങ്കിൽ, അസാമാന്യമായ നീളം, വളരെ. ആദ്യം പറഞ്ഞതിൽ നീളക്കൂടുതൽ എന്നേ പറഞ്ഞുള്ളൂ. രണ്ടാമത് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ വളരെ നീളക്കൂടുതലുണ്ട് എങ്കിൽ, അതോടൊപ്പം ഒരു ചെറിയ വളവും കൂടി ഉണ്ട് എങ്കിൽ, ഉറപ്പായിട്ട് ധനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കുകയില്ല. ധനത്തിനായി എന്തും ചെയ്യാൻ മടിക്കുകയില്ലാത്ത ആൾക്കാരായിരിക്കും അവർ. ഈ വിരലിന്റെ അഗ്രം കൂർത്തിരുന്നാൽ, ആണി വിരലിന്റെ അഗ്രം കൂർത്തിരുന്നാൽ അയാൾ കലാകാരനായിരിക്കും. ആണി വിരലിന്റെ അഗ്രം കൂർത്തിരുന്നാൽ കലാകാരനായിരിക്കും. ഇത് ചെറുവിരലിനും ബാധകമാണ്. ചെറുവിരലിന്റെ അഗ്രവും കൂർത്തിരുന്നാൽ കലാകാരനാകും. ഇവിടെ അണിവിരലിന്റെ അഗ്രം കൂർത്തിരുന്നാൽ അയാൾ കലാകാരനായിരിക്കും. എന്നാൽ നമ്മളിപ്പോ രണ്ടാം വിരലിനേക്കാൾ നീളം ഉണ്ടാകുക, രണ്ടാം വിരലിനേക്കാൾ നീളം കുറയുക, വളരെ നീളം കൂടുക. അപ്പൊ ഇനി വേറൊരു സാധ്യത കൂടിയുണ്ട്.
രണ്ടാം വിരലിനോടൊപ്പം നീളമുണ്ടാകുക. രണ്ടാം വിരലിനോടൊപ്പമാണ് നീളം ഉണ്ടായിരിക്കുന്നതെങ്കിൽ ചൂതുകളിയിൽ താല്പര്യമുണ്ടാകും. ലോട്ടറി എടുക്കുക, ഈ ഷെയർ മാർക്കറ്റിംഗ് ചെയ്യുക, ചീട്ട് കളിക്കാൻ പോവുക, ഗാംബ്ലിംഗ്, ചൂതുകളിയിൽ താല്പര്യമുണ്ടായിരിക്കും. ലോട്ടറി എടുക്കുക, അതോടൊപ്പം തന്നെ ഷെയർ മാർക്കറ്റ്, ഇതൊക്കെ ഒരു തരത്തിലുള്ള ചൂതുകളിയാണ്. ലാഭം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ആൾക്കാർക്ക് വളരെയധികം താല്പര്യം അക്കാര്യത്തിൽ ഉണ്ടായിരിക്കും. മറ്റൊന്ന്, ഈ വിരലിന്റെ മൂന്നാം ഖണ്ണത്തിൽ ലാൽമാഷെ മറ്റൊരു പിക്ചർ ഉണ്ടോ? അതൊന്ന് കാണിക്കാൻ പറ്റുമോ? ഒരു വര ഉണ്ടായിരിക്കുന്ന ഒരു പിക്ചർ. ഈ ഇതിൽ തന്നെ ഒറ്റയ്ക്കൊരു വിരലുണ്ട്, ഒരു വിരൽ മാത്രമായിട്ട്. ഇതല്ല, തായ് വിരലല്ല, അല്ലാതെ ഒരു വിരൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. ഇതിലില്ല, ഈ പിക്ചറിലില്ല. അല്ലാതെ ഉണ്ടോ എന്ന് നോക്കാൻ പറ്റുമോ? ശരി, ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയാം. ആ പിക്ചർ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസം ഇട്ടുതരാം. അതായത് എന്റെ വിരൽ നോക്കുക, ഈ മോതിര വിരലിന്റെ ഒന്നാം ഖണ്ഡം എന്ന് പറഞ്ഞാൽ നഖത്തോട് ചേർന്ന ഖണ്ഡം. ആ നഖത്തോട് ചേർന്ന ഖണ്ണത്തിൽ നിന്ന് കുറുകെ ഒരു ലൈൻ, ഇങ്ങനെ നെടുകയല്ല, ഇങ്ങനെ നഖത്തിന് പാരലായിട്ട് ഒരു ലൈൻ. മൂന്നാം വിരലിന്റെ ഒന്നാം ഖണ്ഡം എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ ഒന്നാം ഖണ്ഡത്തിൽ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ കാണുകയാണെങ്കിൽ ആരുടെ കയ്യിലാണോ ആ ലൈൻ ഉണ്ടായിരിക്കാം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് തന്നെ കണ്ടോ? മോതിര വിരലിന്റെ ഒന്നാം ഖണ്ഡത്തിൽ ഒരു ക്രോസ്, ഒരു കുറുകെ ഒരു രേഖ ഉണ്ടായിരുന്നാൽ അയാൾ പാരമ്പര്യ തൊഴിൽ ചെയ്യും, കുലത്തൊഴിൽ ചെയ്യും എന്ന് പറയാം. ഇപ്പോ ബാർബറുടെ മകൻ ബാർബറാകുക, ഈ കലം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ മകൻ ആ പണി തന്നെ ചെയ്യാം. അല്ലെങ്കിൽ പാരമ്പര്യ തൊഴിൽ ചെയ്യും. അച്ഛൻ കച്ചവടക്കാരൻ, അപ്പൂപ്പൻ കച്ചവടക്കാരൻ, ഇയാളും കച്ചവടം ചെയ്യുക. പാരമ്പര്യമായിട്ട് വൈദ്യശാസ്ത്രം ചെയ്യുക, ഈ വൈദ്യന്മാരായിരിക്കുക, തിരുമ്മൽ മർമാണിമാരെന്നൊക്കെ പറയുക, കളരി ചെയ്യുക. ഇതൊക്കെ പാരമ്പര്യമായി ചെയ്യുന്ന ആൾക്കാരുടെ തലമുറകളായിട്ട് ആ കുടുംബത്തിലുള്ളവർ ചെയ്തു വരുന്നത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആളുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നു. അവർ പാരമ്പര്യമായിട്ട് ഈ മർമ്മവിദ്യ പിഴിച്ചിൽ ചെയ്യുന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്. നമ്മുടെ ക്ലാസ്സിൽ അയാളായി കാണിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു പാരമ്പര്യ തൊഴിൽ, കുലത്തൊഴിൽ, മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ, അല്ലെങ്കിൽ വംശത്തിന്റെ, അയാൾ പ്രതിദാനം ചെയ്യുന്ന സമുദായത്തിന്റെ തൊഴിൽ, കുലത്തൊഴിൽ. ഇപ്പൊ പിന്നെ അത് കുലത്തൊഴിലൊക്കെ ഏകദേശം അസ്തമിച്ചിട്ടുണ്ട്. അപ്പൊ ആരും അങ്ങനെ ചെയ്യാറില്ല. ബാർബർ പണി പണ്ട് ഒരു വിഭാഗം ആൾക്കാരാണ് ചെയ്യുന്നെങ്കിൽ ഇന്ന് ഒരുപാട് പേര് അല്ലാത്ത ആൾക്കാരും ചെയ്യുന്നുണ്ട്. ടൈലറിങ്, അതുപോലെ മൺകല ഉണ്ടാക്കൽ. ഈ മൺകല ഉണ്ടാക്കുന്നതിന്റെ രീതി മാറിയിട്ട് ഇപ്പൊ മറ്റ് മെറ്റലില് കല ഉണ്ടാക്കുന്നതും ശരി തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ ആശാരിപ്പണി ചെയ്യുന്നവർ പാരമ്പര്യമായിട്ട്, അപ്പൊ ഇതൊക്കെ പാരമ്പര്യ തൊഴിൽ ചെയ്യുന്നവരാണ്. കച്ചവടക്കാരുടെ മക്കൾ കച്ചവടക്കാരായി തന്നെ വരിക, അത് പാരമ്പര്യ തൊഴിലാണ്. ഈ രേഖ ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം അവർ കുലത്തൊഴിൽ ചെയ്യും, അല്ലെങ്കിൽ പാരമ്പര്യ തൊഴിൽ ചെയ്യും. ഇത്രയും മനസ്സിലായല്ലോ. നീളം മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. വിരലിന്റെ നീളത്തെയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എടുത്തത്. മറ്റൊന്ന്,
ഇതിൽ ഒന്നാം ഖണ്ഡത്തിന് നീളം കൂടിപ്പോയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാം ഖണ്ഡം ത്തിന്റെ അഗ്രം കൂർത്തിരുന്നാൽ അയാൾ കലാകാരനായിരിക്കാം എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞത് ഒന്നാം ഖണ്ഡം അതിന് നീളം കൂടിയാൽ അയാൾ ആർട്ടിസ്റ്റ് ആയിരിക്കും. നഖത്തോട് കൂടിയ ആദ്യ ഭാഗത്തിനാണ് നീളം കൂടുതലുള്ളത് എങ്കിൽ അയാൾ കലാകാരനായിരിക്കും. രണ്ടാം ഖണ്ഡത്തിനാണ് നീളമേറിയിട്ടുള്ളത് എങ്കിൽ അയാളുടെ ബുദ്ധി വൈഭവത്തിൽ ഉന്നത സ്ഥാനത്തിലെത്തും. ബുദ്ധി വൈഭവം കൊണ്ട് ഉന്നത സ്ഥാനത്തെത്തും. എന്നാൽ മൂന്നാം ഖണ്ഡത്തിനാണ് നീളമേറിയിരുന്നാൽ ധനം നേടാൻ കഴിവുള്ള ആളായിരിക്കും. ധനം നേടാൻ കഴിവുള്ള ആളായിരിക്കും. മൂന്നാം ഖണ്ഡത്തിന് നീളമേറിയിരുന്നാൽ ധനം നേടാൻ കഴിവുണ്ടായിരിക്കും. രണ്ടാം ഖണ്ഡത്തിനാണ് നീളമേറിയിരിക്കുന്നത് എങ്കിൽ അയാളുടെ ബുദ്ധി വൈഭവം കൊണ്ട് ഉന്നത സ്ഥാനത്ത് എത്തപ്പെടും. ഇല്ല, ഒന്നാം ഖണ്ഡമാണ് നീളമേറിയിരിക്കുന്നത് എങ്കിൽ അയാൾ ഒരു തികഞ്ഞ കലാകാരനായിരിക്കും. ഇത്രയുമാണ് അണിവിരലിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും അത് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കത് ഉടൻ തന്നെ അങ്ങ് എഴുതാം. എഴുതിയിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. എഴുതിക്കൊള്ളൂ. അല്ല, ഒരു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും നോട്ട്സിൽ പറയുന്നില്ല. ഒന്നാം വിരലിനോടൊപ്പം നീളം ഉണ്ടായിരുന്നാൽ യശസ്സിനും സമ്പത്തിനും ഒരേ പ്രാധാന്യം കൊടുക്കും എന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നില്ല. അത് ഒഴിവാക്കുന്നു. ഒരിടത്ത് എഴുതിയതുകൊണ്ട് ഒഴിവാക്കുന്നു. അടുത്തത്, അണിവിരലിന് നീളം കൂടിയിരുന്നാൽ അണിവിരലിന് നീളം കൂടുതലുണ്ട് എങ്കിൽ അധികാരമോഹികളും തന്നിഷ്ടക്കാരുമായിരിക്കും. അധികാരമോഹികളും തന്നിഷ്ടക്കാരുമായിരിക്കും. അടുത്ത സ്റ്റേറ്റ്മെന്റ്, അണിവിരലിന് നീളം കുറഞ്ഞു പോയാൽ അണിവിരലിന് നീളം കുറഞ്ഞു പോയാൽ ആലോചനാശക്തി കൂടും. ആലോചനാശക്തി കൂടും. കച്ചവട മനസ്സുണ്ടാകും. അണിവിരലിന് രണ്ടാം വിരലിനേക്കാൾ നീളം കൂടുതലുണ്ട് എങ്കിൽ
അണിവിരലിന് രണ്ടാം വിരലിനേക്കാൾ നീളം കൂടുതലുണ്ട് എങ്കിൽ സ്നേഹസമ്പന്നനായിരിക്കും. സ്നേഹസമ്പന്നനായിരിക്കും. രണ്ടാം വിരലിനോടൊപ്പം നീളമുണ്ടായിരുന്നാൽ ചൂതാട്ട താല്പര്യമുണ്ടാകും. ചൂതാട്ട താല്പര്യം ഉണ്ടാകും. വളരെ അധികം നീളം അണിവിരലിനുണ്ടായിരുന്നാൽ ധനസമ്പാദനത്തിനായി എന്തും ചെയ്യും. അണിവിരൽ അഗ്രം കോർത്തിരുന്നാൽ കലാകാരനായിരിക്കും. അണിവിരലിന്റെ പ്രഥമ സന്ധിയിൽ കുറുകെ ഒരു രേഖ ഉണ്ടായിരുന്നാൽ അയാൾ പാരമ്പര്യ തൊഴിൽ ചെയ്യും അല്ലെങ്കിൽ കുലത്തൊഴിൽ ചെയ്യും. പാരമ്പര്യ തൊഴിൽ അല്ലെങ്കിൽ കുലത്തൊഴിൽ ചെയ്യും. സെന്റൻസ് ഒരിക്കൽ കൂടെ ഒന്ന് പറയാമോ സാർ? അണിവിരലിന്റെ പ്രഥമ സന്ധിയിൽ
അണിവിരലിന്റെ പ്രഥമ സന്ധിയിൽ കുറുകെ ഒരു രേഖ കാണുകയാണെങ്കിൽ അയാൾ കുലത്തൊഴിൽ അല്ലെങ്കിൽ പാരമ്പര്യ തൊഴിൽ ചെയ്യും. കുലത്തൊഴിൽ അല്ലെങ്കിൽ പാരമ്പര്യ തൊഴിൽ ചെയ്യും. അണിവിരലിന്റെ ഒന്നാം ഖണ്ഡത്തിന് നീളമേറിയിരുന്നാൽ കലാകാരനായിരിക്കും. രണ്ടാം ഖണ്ഡത്തിന് നീളമേറിയിരുന്നാൽ രണ്ടാം ഖണ്ഡത്തിന് നീളമേറിയിരുന്നാൽ കഴിവിനനുസരിച്ചുള്ള ഉന്നത സ്ഥാനം ലഭിക്കും. കഴിവിനനുസരിച്ചുള്ള ഉന്നത സ്ഥാനം ലഭിക്കും. മൂന്നാം ഖണ്ഡത്തിന് വലിപ്പമേറിയിരുന്നാൽ ധനം നേടും. ധനം നേടും. ഇത്രയാണ് അണിവിരലിനെ കുറിച്ച് പറയാനുള്ളത്. ഈ നമ്മള് രണ്ടാം വിരൽ എന്ന് പറഞ്ഞത് നടുവിരലല്ലേ? രണ്ടാം വിരൽ വെച്ചാൽ നടുവിരലാണ്. അതൊരു ശരി. തായ് വിരലിന് ഒന്നാം വിരലൊന്നും കൂട്ടൂല. ചൂണ്ടുവിരലാണ് ഒന്നാം വിരൽ. അപ്പൊ 4 വിരലേ ഉള്ളൂ ആ ഭാഗത്ത്. ശരി, അടുത്ത സംശയം. വിരലിന്റെ പ്രഥമ സന്ധിയിൽ പുറകെ ഒരു വര കാണുകയാണെങ്കിലാണ് പറഞ്ഞത്. അപ്പൊ അത് സന്ധിയിലാണോ വിരലിന്റെ പ്രഥമ സന്ധിയിൽ? സന്ധിയല്ല, പ്രഥമ ഖണ്ഡത്തിൽ. പക്ഷെ പറഞ്ഞപ്പോ സന്ധിയിൽ എന്നാണ് പറഞ്ഞത് പോലെ തോന്നി. സന്ധിയല്ല, പ്രഥമ നമ്മൾ ചിത്രം കണ്ടതില്ലേ? സന്ധിയല്ല, പ്രഥമ ഖണ്ഡത്തിൽ. സന്ധിയിലല്ല. അതിനെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കൊള്ളണം. പ്രഥമ ഖണ്ഡത്തിലാണ്, സന്ധിയിലല്ല. അപ്പോ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ നിങ്ങൾ എല്ലാവരും വരും.
ഉറപ്പായിട്ട് ഒരു സ്വഭാവം എല്ലാ ആൾക്കാർക്കും ഉണ്ടാകും. അതിപ്പോ തന്നെ നോക്കുക, ഇപ്പോ തന്നെ പഠിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ തായ് വിരലടക്കം 4ാമത്തെ വിരലാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. തായ് വിരലടക്കം 4 വിരൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 4 സ്വഭാവമെങ്കിലും നമ്മൾ ഉറപ്പായി കാണാതെ പഠിച്ചിരിക്കണം. അത് നമ്മളെ ബാധിക്കുന്നതാണ്. നമ്മളെ ബാധിക്കുന്ന 4 സ്വഭാവങ്ങളെങ്കിലും ബൈ ഹാർട്ട് ആക്കിയിരിക്കണം. എന്നിട്ട് അതിനോട് തൊട്ടടുത്ത് വരുന്ന സ്വഭാവങ്ങളെ കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് താരതമ്യം ചെയ്ത് പഠിച്ചു പോയാൽ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു പോകാം. വിരലുകൾ നീളം കൂടുതലോ നീളം കുറഞ്ഞിരിക്കുകയോ അതൊക്കെ അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വരുന്നില്ല. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കനിഷ്ഠികയാണ്. കനിഷ്ഠിക കഴിവുണ്ടാവണമല്ലോ, തൊഴിലിനൊരു കഴിവുണ്ടാവണം. ആ തൊഴിലിന്റെ കഴിവുമായി ബന്ധപ്പെട്ട മണ്ഡലമാണ് ആ നാലാമത്തെ വിരൽ, അത് മോതിര വിരൽ അല്ല, അണിവിരൽ, ചെറുവിരൽ, അണിവിരലല്ല കനിഷ്ഠിക, സോറി, അണിവിരലല്ല കനിഷ്ഠിക, ചെറുവിരൽ അല്ലെങ്കിൽ കനിഷ്ഠിക. അയാൾക്ക് മോതിര വിരലിനോടൊപ്പം നീളമുണ്ടായിരുന്നാൽ അവർ ഭരണകർത്താക്കളായിരിക്കും. എന്നാൽ മോതിര വിരലിന്റെ 1ാം സന്ധിക്ക് മുകളിലാണ് കാണുന്നത് എങ്കിൽ, ഈ ചിത്രത്തിൽ സന്ധികൾ മാർക്ക് ചെയ്തേക്കുന്നത് അത്ര കറക്റ്റ് അല്ല. അപ്പൊ നിങ്ങളുടെ സ്വന്തം കയ്യിൽ ഞാൻ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. മോതിര വിരലിനോടൊപ്പം നീളമുണ്ടാകുക. മോതിര വിരലിനോടൊപ്പം നീളമുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഭരണകർത്താവായിരിക്കും. എന്നാൽ 1ാം സന്ധിക്ക്, കണ്ണമല്ല, മോതിര വിരലിന്റെ 1ാം സന്ധിക്ക് മുകളിൽ നീളമുണ്ടായിരുന്നാൽ കണക്കിൽ താല്പര്യമുണ്ടാകും, സയന്റിസ്റ്റ് ആകാം, ഉണ്ടായിരിക്കും. എങ്ങനെയാണെങ്കിൽ അണിവിരലിന്, സോറി, കനിഷ്ഠികയ്ക്ക് മോതിര വിരലിന്റെ 1ാം സന്ധിക്ക് മുകൾ വരെ. സാറേ ഒരു സംശയം, ഈ സന്ധി എന്ന് പറയുന്നത് ഏത് ഭാഗമായിട്ട് വരുന്നത് കൈ കൊണ്ട് കാണിച്ചു തരാമോ? എങ്ങനെ? സന്ധി എന്ന് പറഞ്ഞത് ഏത് ഭാഗമായിട്ട് വരുന്നത് അതൊന്ന് കാണിച്ചു തരാമോ? സന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ മടക്ക് വരുന്നില്ലേ, കുറുകെ ഒരു രേഖ കിടക്കുന്നില്ലേ നിങ്ങളുടെ എല്ലാ വിരലുകളില്, അതാണ് സന്ധി എന്ന് ഉദ്ദേശിക്കുന്നത്. വിരൽ സന്ധികൾ ആ 1ാം സന്ധിക്ക് മുകളിൽ വരെ എത്തുകയാണെങ്കിൽ
കണക്കിൽ താല്പര്യമുള്ള ആളായിരിക്കും, ശാസ്ത്രജ്ഞനാകാം, പൊളിറ്റീഷ്യനാകാം, രാജ്യകാര്യങ്ങളിൽ താല്പര്യമുള്ള ആളായിരിക്കാം, ദീർഘായുസ്സുണ്ടായിരിക്കും. എന്നാൽ പിടിക്കുമ്പോൾ ഇതാണ് ഒന്നാം സന്ധി എന്ന് പറയുന്നത്. ഈ കുറുകെ കാണുന്നതാണ് ഒന്നാം സന്ധി. ആ ഒന്നാം സന്ധിക്ക് മുകളിൽ നീളം വരിക, ഒന്നാം സന്ധിയോടൊപ്പം നീളം വരിക, ഒന്നാം സന്ധിക്ക് താഴെ നീളം വരിക. ഒന്നാം സന്ധിക്ക് താഴെയാണ് നീളമുള്ളതെങ്കിൽ അയാൾ പരസഹായത്താൽ ഉന്നതിയിലെത്തിയ ആളായിരിക്കും. അയാളെ ജീവിത വിജയത്തിന്റെ പിന്നിൽ മറ്റുള്ളവർക്ക് നിർണായകമായ സ്വാധീനമുണ്ടായിരിക്കും. പരസഹായത്താൽ ഉന്നതിയിലെത്തിയവരായിരിക്കും. അവരുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും അവരെ സഹായിക്കാൻ, അത് സഹായം എന്ന് പറയുമ്പോൾ സാമ്പത്തിക സഹായം മാത്രമല്ല, ആളാലുള്ള സഹായം തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ കൈ ചേർത്ത് വെച്ചിട്ട് നോക്കുക, നിങ്ങളുടെ മോതിര വിരലിന്റെ ഒന്നാം സന്ധിക്ക് താഴെ വരെയാണ് ചെറുവിരലിന്റെ അഗ്രം കാണുന്നത് എങ്കിൽ ഉറപ്പിക്കുക, നിങ്ങളുടെ ലൈഫിന്റെ എല്ലാ ഘട്ടത്തിലും നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. എന്നാൽ ഒന്നാം സന്ധിക്ക് മുകളിലാണ് നീളമെങ്കിൽ കണക്കിൽ താല്പര്യം, ശാസ്ത്രജ്ഞനായിരിക്കാം, രാഷ്ട്രീയ കാര്യങ്ങളിൽ താല്പര്യം വരാം, ദീർഘായുസ്സുണ്ടായിരിക്കാം. എന്നാൽ ഒന്നാം സന്ധി വരെയാണ് നീളമെങ്കിൽ ചെറുവിരലിന്റെ അഗ്രം ഒന്നാം സന്ധി വരെ, മോതിര വിരലിന്റെ ഒന്നാം സന്ധി വരെ ആണ് നീളമെങ്കിൽ അത് നഖത്തിന്റെ നീളം എടുത്തു കളയരുത്, മാംസമായ ഭാഗത്തിന്റെ ഹൈറ്റാണ് എടുക്കേണ്ടത്. ചില ആൾക്കാരുടെ കയ്യില് നഖത്തിന് കുറെ നീളം കൂടുതലുണ്ടായിരിക്കും. ആ നഖത്തിന്റെ നീളമല്ല, വിരലഗ്രം എന്ന് പറഞ്ഞാൽ മാംസളമായ ഭാഗം. ആ മാംസളമായ ഭാഗം മോതിര വിരലിന്റെ ഒന്നാം ഖണ്ഡം വരെയാണ് ഉള്ളത് എങ്കിൽ അയാൾ സൂത്രധാരകനായിരിക്കും, കൃത്രിമ ബുദ്ധിയുടെ ഉടമയായിരിക്കും. സൂത്രധാരകൻ, മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ളവൻ, മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുവാൻ കഴിവുള്ളവൻ, സൂത്രധാരകൻ, വശീകരണ സ്വഭാവമുള്ളവൻ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ആ വിരലിന്റെ അഗ്രം കൂർത്തിരുന്നാൽ കലാകാരനായിരിക്കും. വിരലഗ്രം കൂർത്തിരുന്നാൽ കലാകാരനായിരിക്കും. നീളം നന്നേ കുറഞ്ഞതാണ് ചെറുവിരലെങ്കിൽ നീളം നന്നേ കുറഞ്ഞതാണ് ചെറുവിരലെങ്കിൽ അതീവ ബുദ്ധിമാനും ബിസിനസ് താല്പര്യവുമുള്ള ആളായിരിക്കും. വിരലിന്റെ അഗ്രം വിരൽ നന്നേ ചെറുതാണെങ്കിൽ മറ്റു വിരലുകളായി തട്ടിച്ചു നോക്കുമ്പോൾ നന്നേ ചെറിയ വിരലാണ് കാണുന്നത് എങ്കിൽ അയാൾ ബുദ്ധിമാനും ബിസിനസ് താല്പര്യം ഉള്ള ആളുമായിരിക്കും, ഒരു നല്ല ബിസിനസ്സുകാരനായിരിക്കും എന്നാണ്. നല്ല ബിസിനസ്സുകാരനായിരിക്കും.
മറ്റൊന്ന്, ഈ ചെറുവിരലിന്റെ ഒന്നാം കണ്ണത്തിന് വലിപ്പമേറുക. അതിനേക്കാൾ ഉപരി ഒന്നാം കണ്ണം തടിച്ചിരിക്കുക, രണ്ടായാലും ഫലം ഒന്ന് തന്നെ. അയാൾ നിരീശ്വരവാദിയായിരിക്കും. നിരീശ്വരവാദിയായിരിക്കും. രണ്ടാം കണ്ണത്തിന് നീളം കുറഞ്ഞിരുന്നാൽ, നീളം കൂടുകയല്ല, നീളം കുറയുക. അപ്പൊ നീളം കൂടുതലിന് വലിയ പ്രാധാന്യം വരുന്നില്ല. അയാൾക്ക് നീളം കൂടുതൽ ഉണ്ടായിരുന്നാൽ നമുക്ക് വേണമെങ്കിൽ പറയാം കുറച്ചുകൂടി സ്മാർട്ടാണ് എന്ന് പറയാം. ഉത്സാഹമൊക്കെ കൊണ്ട് കുറെ കൂടെ സ്മാർട്ടാണെന്ന് പറയാം. അതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. പക്ഷേ നീളം കുറഞ്ഞിരുന്നാൽ സ്വഭാവ വൈകൃതം കാണിക്കും. വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഉടമയായിരിക്കും. സ്വഭാവ വൈകൃതം കാണിക്കും. വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഉടമയായിരിക്കും. മൂന്നാം കണ്ണത്തിന് നീളം കൂടിയിരുന്നാൽ യോഗ്യനായി നടിക്കും. മൂന്നാം കണ്ണത്തിന് നീളം കൂടിയിരുന്നാൽ യോഗ്യനായി നടിക്കും എന്ന് പറഞ്ഞാൽ അയാൾ യോഗ്യനല്ല. യഥാർത്ഥത്തിൽ അയാൾ യോഗ്യനല്ല. പക്ഷെ പെരുമാറ്റത്തിൽ ഇടപെടലിലും അയാൾ വലിയ മാന്യനായി നടിക്കും, നമ്മളെ പറ്റിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ വിരലിൽ ഇതുവരെ ചിഹ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നിപ്പോ ഞാൻ ഒരു ചിഹ്നം പറയാം. അടുത്ത ക്ലാസ്സിൽ ആ ചിഹ്നം എങ്ങനെ ഇരിക്കും എന്നുള്ള ചിത്രം നിങ്ങൾക്ക് ഇട്ടുതരാം. ഇന്നിപ്പോ ഞാൻ ചിഹ്നം പറയുന്നു, അടുത്ത ക്ലാസ്സിൽ ആ ചിഹ്നം ഇട്ടുതരാം, കാണിച്ചു തരാം. ക്രോസ് ചിഹ്നം ഉണ്ടായിരുന്നാൽ, കുരിശടയാളം ഉണ്ടായിരുന്നാൽ, കുരിശടയാളം എങ്ങനെയൊക്കെ ഉണ്ടാവുന്ന അടുത്ത ക്ലാസ്സിൽ ചിത്രം വരച്ചു തരാം. കുരിശടയാളം, ഒന്നാം കണ്ണത്തിൽ കുരിശടയാളം ഉണ്ടായിരുന്നാൽ അയാൾ അവിവാഹിതനായിരിക്കും. അയാൾ അവിവാഹിതനായിരിക്കും, കല്യാണം കഴിക്കുകയില്ല. അപ്പൊ അവിവാഹിതന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് ഇതെടുക്കാം. ചെറുവിരലിന്റെ പ്രഥമ സന്ധിയിൽ ക്രോസ് ചിഹ്നം ഉണ്ടായിരുന്നാൽ അയാൾ അവിവാഹിതനായിരിക്കും. മറ്റൊന്ന്, വിരൽ കൈ വിരൽ ഇങ്ങനെ നിവർക്കുമ്പോൾ ചെറുവിരൽ ഒന്നിങ്ങനെ അല്പം ഒന്ന് വളഞ്ഞിരിക്കുക, ലേശം ഒന്ന് വളഞ്ഞിരിക്കുക. വിരൽ നിവർത്തി വെക്കുമ്പോൾ ചെറുവിരലിനൊരു ചെറിയ വളവ്, അല്പം മടങ്ങിയിരിക്കുക, ചെറിയൊരു വളവുണ്ടായിരിക്കുക. ചെറുവിരൽ അല്പം വളഞ്ഞാണ് കാണുന്നതെങ്കിൽ, നമ്മൾ നേരത്തെ മറ്റേ മോതിരവിരൽ പറഞ്ഞപ്പോൾ മോതിരവിരലിൽ നീളം കൂടുകയും വളഞ്ഞിരിക്കുകയും ചെയ്യാന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഓർമ്മയുണ്ടോ? മോതിരവിരൽ നീളം കൂടുകയും വളഞ്ഞിരിക്കുകയും ചെയ്താൽ അയാൾ ധനത്തിനായി എന്തും ചെയ്യും എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് വളയുക എന്ന് പറയുന്നത് ഷെയ്പ്പ് അല്ല, അല്പം വളഞ്ഞിരിക്കുക, ഇതുപോലെ ഹൂക്ക് പോലെ ഇരിക്കുക. ഇതുപോലെ നമ്മൾ ഈ വിരലെടുക്കുമ്പോൾ ഇത് അല്പം ഇങ്ങനെ ചരിഞ്ഞിരിക്കുക. മറ്റു വിരൽ നിവർന്ന് നിൽക്കുമ്പോൾ ഇത് അല്പം ചരിഞ്ഞിങ്ങനെ ഇരിക്കുക, ഒരു അല്പം ചരിഞ്ഞിരിക്കുക. ഇങ്ങനെ നിവർന്ന് നിൽക്കില്ല, അല്പം ഇങ്ങനെ ഒരു ചരിവ്, ഒരു ചെറിയ വളവ്. ഇപ്പൊ ഈ കാണുന്ന പോലെ ഒരു വളവ്. മറ്റു വിരലൊക്കെ നിവർന്നിരിക്കുമ്പോൾ ഇയാൾ അല്പം വളഞ്ഞിങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരാളുടെ കയ്യിൽ ഉണ്ടാവുമെങ്കിൽ ഉറപ്പായിട്ടും അയാൾ നാരദ സ്വഭാവം കാണിക്കും. എന്താണ് ഈ നാരദ സ്വഭാവം എന്ന് പറയുന്നത്? അല്പം കള്ളം പറയുക, കാര്യസാധ്യത്തിന് വേണ്ടി കള്ളം പറയുക. കള്ളമാണോ എന്ന് കേട്ടാൽ പൂർണ്ണമായും കള്ളമല്ല, എന്നാൽ അതിൽ അല്പം കള്ളത്തരം ഉണ്ടാവുകയും ചെയ്യും. നാരദന്റെ സ്വഭാവം അതാണല്ലോ. തമ്മിൽ ആൾക്കാരെ പറഞ്ഞ് തെറ്റിക്കുക,
ഏഷണി ഉണ്ടാക്കുക, അത് ചില സംഭവങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചിലയിടത്ത് ചിലരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ചെറിയ കള്ളം പറയുക. ഇപ്പൊ ഒരു ശത്രു ഒരാളെ തിരക്കി വരികയാണ്, അയാളോട് ഉണ്ടായിരുന്നോ? അപ്പൊ ഇയാൾക്കറിയാം അയാളോട് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണ്, അയാളടുത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ പറയും ഞാൻ ഇന്ന് കണ്ടതേ ഇല്ല. കണ്ടതേ ഇല്ല എന്ന് പറഞ്ഞൊരു കള്ളമാണ്. അയാൾ കണ്ടു, അല്പം മുമ്പ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അയാൾ പറയുക ഞാൻ അയാളെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. പക്ഷെ കള്ളം ഒരാളെ ദ്രോഹിക്കാനല്ല, അയാളെ രക്ഷിക്കാനാണ്. അതുപോലെയുള്ള സ്വഭാവം, അതാണ് നാരദന്റെ സ്വഭാവം എന്ന് പറയാം. ആ നാരദ സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. ഇത്രയാവുമ്പോൾ നമ്മുടെ പഠനത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 1, 2, ഇത് 3-ാമത്തെ ക്ലാസ് എന്നാണ് എനിക്ക് തോന്നുക. നമ്മൾ 3-ാമത്തെ ക്ലാസ് കൊണ്ട് പഠനത്തിന്റെ ഒരു ഘട്ടം പൂർത്തീകരിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ വിരലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഉറപ്പായിട്ട് എല്ലാവർക്കും 5 പോയിന്റ് ഉറപ്പായിട്ടുണ്ടാവും, ഒരു സംശയവും വേണ്ട. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം കൂടി നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു 10-30 പോയിന്റെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മിനിമം ഒരു 30 പോയിന്റെങ്കിലും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ 5 പോയിന്റ് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. ആ 30-ൽ 5, 6-ൽ 1 കാര്യമെങ്കിലും ഉറപ്പായും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. അതെങ്കിലും ആദ്യം പഠിച്ചു വെക്കണം, എങ്കിൽ മാത്രമേ ബാക്കിയുള്ളത് പഠിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ മണ്ഡലമാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഈ നോട്ട്സ് കൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഈ നോട്ട്സ് കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫ്രഷ് ആയിട്ട് മണ്ഡലം തുടങ്ങാം. ഇതെഴുതാനോ അണിവിരല്ല കനിഷ്ഠിക. അതായത് ചെറുവിരൽ. കനിഷ്ഠിക അതായത് ചെറുവിരൽ. മോതിര വിരലിനോടൊപ്പം ചെറുവിരലിന് നീളമുണ്ടായിരുന്നാൽ ഭരണകർത്താക്കളായിരിക്കും. ചെറുവിരലിന് അണിവിരലിന്റെ ഒന്നാം സന്ധിക്കു മുകളിൽ ചെറുവിരലിന് അണിവിരലിന്റെ ഒന്നാം സന്ധിക്കു മുകളിൽ നീളമുണ്ടായിരുന്നാൽ കണക്കിൽ താല്പര്യം ശാസ്ത്രജ്ഞൻ രാജ്യകാര്യങ്ങളിൽ താല്പര്യം പൊളിറ്റിക്സ്
രാജ്യകാര്യങ്ങളിൽ താല്പര്യം, ദീർഘായുസ്, ദീർഘായുസ് ഫലം, ദീർഘായുസ്സും ഫലം. ദീർഘായുസ്സും ഫലം. ചെറുവിരലിന് അണിവിരലിന്റെ ഒന്നാം സന്ധിക്ക് താഴെ വരെയാണ് നീളമെങ്കിൽ പരസഹായത്താൽ ഉന്നതിയിലെത്തും. പരസഹായത്താൽ ഉന്നതിയിൽ എത്തും. കനിഷ്ഠികയ്ക്ക്, അത് ചെറുവിരൽ, കനിഷ്ഠികയ്ക്ക് മോതിരവിരലിന്റെ ഒന്നാം സന്ധി വരെ നീളമുണ്ടായിരുന്നാൽ സൂത്രധാരകനായിരിക്കും. ചെറുവിരൽ അഗ്രം കൂർത്തിരുന്നാൽ കലാകാരനായി തീരും. ചെറുവിരൽ ഒന്നാം ഖണ്ഡത്തിൽ കുരിശടയാളം ഉണ്ടായിരുന്നാൽ അവിവാഹിതനായിരിക്കും. ചെറുവിരൽ ഒന്നാം ഖണ്ഡം തടിച്ചിരുന്നാൽ നിരീശ്വരവാദിയായിരിക്കും. നിരീശ്വരവാദിയായിരിക്കും. രണ്ടാം ഖണ്ഡം
നീളം കൂടിയിരുന്നാൽ സ്വഭാവ വൈകൃതം ഉണ്ടായിരിക്കും. കൂടിയാലോ കുറഞ്ഞാലോ? നീളം കൂടിയിരുന്നാൽ നീളം കൂടിയിരുന്നാൽ സ്വഭാവ വൈകൃതം ഉണ്ടായിരിക്കും. നീളം കൂടിയിരുന്നാലാണല്ലേ പറയുമ്പോ നേരത്തെ ക്ലാസ്സിൽ നീളം കുറഞ്ഞിരുന്നാൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് ചോദിച്ചു. ഓ സോറി, അല്ലല്ല, അങ്ങനെ തന്നെ നീളം കുറഞ്ഞിരുന്നാൽ ശരിയാ. നീളം കൂടിയിരിക്കുകയാണെങ്കിലൊക്കെ കുറെ എന്താ പറയാ എനർജറ്റിക് ആയിരിക്കും. സോറി, അങ്ങനെ തന്നെയാണ്. നീളം കുറഞ്ഞിരുന്നാൽ മൂന്നാം ഖണ്ഡത്തിന് നീളം കൂടുതലാണെങ്കിൽ അയാൾ യോഗ്യനായി നടിക്കും, മാന്യനായി നടിക്കും. അടുത്ത ചെറുവിരൽ അല്പം വളഞ്ഞിരുന്നാൽ നാരദ സ്വഭാവം കാണിക്കും. ഇത്രയാണ് വിരലുകളെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ഹെഡ് സംശയം, ഈ സന്ധി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണോ? സന്ധി എന്ന് പറയുന്നത് ഖണ്ഡം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണോ? ഖണ്ഡം എന്ന് പറയുന്നത് വേറെ, സന്ധി എന്ന് പറഞ്ഞ വേറെ. രണ്ട് ഖണ്ഡങ്ങൾ ചേരുന്ന ഭാഗമാണ് സന്ധി. ഖണ്ഡം എന്ന് പറഞ്ഞ സെഗ്മെന്റ്. ഇത് ഒരു ഖണ്ഡം, ഇത് സന്ധിയാണ്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സില് മൗസ് പഠിക്കുകയാണ്, മണ്ഡലങ്ങൾ പഠിക്കുകയാണ്. ദൈവം, മണ്ഡലം പഠിക്കുമ്പോൾ വിരലുകളെ വിട്ട് കളയരുത്. മണ്ഡലം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മണ്ഡലം തോന്നാം, കുറച്ച് രസകരമായി തോന്നാം. അപ്പൊ വിരലുകൾ എല്ലാവരും മറക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഉണ്ടാകരുത്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. നമസ്കാരം സാർ. നമസ്കാരം സാർ.